the taste of your mind. Kiwi ice cream. Chill the fun. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധം ശക്തമായിരിക്കുന്ന ഡൽഹി തിരഞ്ഞെടുപ്പ് ചൂടിലാണ്. ഫെബ്രുവരി 8-ന് പൊതുജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുന്നത് തങ്ങളുടെ സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് ഈ കരിനിയമത്തെ തങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്ന് കേന്ദ്ര സർക്കാരിന് തെളിയിച്ചു കൊടുക്കാൻ കൂടി വേണ്ടിയാണ്. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ എല്ലാ സർവേകളും പ്രവചിക്കുന്നത് ഡൽഹിയിൽ BJPക്ക് കാലിടറും എന്നാണ്. അതിനുള്ള കാരണം കെജ്രിവാൾ സർക്കാരിന്റെ പ്രവർത്തനം മാത്രമല്ല, മറിച്ച് ഷാഹിൻബാഗിലെ നിലവിലെ പ്രതിഷേധം കൂടിയാണ്. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചരണ റാലികളിലെ അമിത്ഷായുടെ പ്രസംഗത്തിൽ വളരെയധികം വിജയിക്കുമെന്ന അമിത ആത്മവിശ്വാസം ഉണ്ട്. ഈ വരുന്ന തിരഞ്ഞെടുപ്പ് രണ്ട് പ്രത്യയ ശാസ്ത്രങ്ങൾ തമ്മിലുള്ള മത്സരമാണ് എന്നും അതിന്റെ ഫലം പുറത്തു വരുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഞെട്ടലുണ്ടാകും എന്നാണ് അമിത്ഷാ പറഞ്ഞത്. ഈ ആത്മവിശ്വാസത്തിന് പിന്നിലെ രഹസ്യം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേതുപോലെ വോട്ടിംഗ് മെഷീൻ ക്രമക്കേടിലേക്കാണോ വിരൽ ചൂണ്ടുന്നത് എന്നൊരു സംശയവുമുണ്ട്. ഇതേ അഭിപ്രായവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ. ട്വിറ്ററിലൂടെയായിരുന്നു പ്രശാന്ത് ഭൂഷൺ അമിത്ഷായുടെ പ്രസ്താവനയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. എന്തുകൊണ്ടാണ് ഡൽഹി തിരഞ്ഞെടുപ്പ് ഫലം എല്ലാവർക്കും ഞെട്ടലുണ്ടാകുമെന്ന് ഷാ പറഞ്ഞത്? ഇതിനർത്ഥം AAP വിജയിക്കുമെന്നും BJP പരാജയപ്പെടുമെന്നാണെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാമെന്നാണ്. EVM-ൽ ഇടപെടൽ നടത്താൻ അദ്ദേഹം പദ്ധതിയിടുന്നുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ ദുഷിച്ച പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ടോ എന്നാണ് പ്രശാന്ത് ഭൂഷൺ ചോദിച്ചത്. ഫെബ്രുവരി 8-ന് നടക്കുന്ന തിരഞ്ഞെടുപ്പ് രണ്ട് പ്രത്യയ ശാസ്ത്രങ്ങൾ തമ്മിലുള്ള മത്സരമാണ് എന്നും ഇതിന്റെ ഫലം എല്ലാവർക്കും ഒരു ഞെട്ടലുണ്ടാക്കുമെന്നും അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കിഴക്കൻ ഡൽഹിയിലെ കോഡ്ലിയിൽ നടന്ന തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവും ഡൽഹിയും സുരക്ഷിതമാക്കാൻ ഫെബ്രുവരി 8-ന് രാവിലെ 10:30 മുൻപ് തന്നെ കുടുംബസമേതം വോട്ട് ചെയ്യണമെന്ന് ഷാ ആഹ്വാനം ചെയ്തിരുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ 2 മാസമായി ശക്തമായ പ്രതിഷേധം നടക്കുന്നത് ഡൽഹിയിലെ ഷാഹിൻബാഗിലാണ്. BJPയുടെ ഉറക്കം കെടുത്തുന്നതും ഷാഹിൻബാഗിലെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രതിഷേധമാണ്. ഈ പശ്ചാത്തലത്തിൽ ഡൽഹി തിരഞ്ഞെടുപ്പിൽ BJPക്ക് ജയിക്കാൻ സാധ്യത വളരെ കുറവാണെന്നാണ് ഏവരുടെയും കണക്കുകൂട്ടൽ. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം BJPക്ക് അനുകൂലമാകുമോ എന്ന സൂചനയാണോ അമിത്ഷായുടെ പ്രസ്താവനയുടെ അർത്ഥമെന്ന ചോദ്യവും ഇതോടെ ഉയർന്നു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Let's go.